നമസ്കാരം. ഇറാന് ചൈന ആയുധങ്ങൾ നൽകി. ചൈനയ്ക്ക് നേരെ ഭീഷണി മുഴക്കി ട്രംപ് എത്തുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു വീണ്ടും. അപ്പോൾ ഇറാനെ സഹായിക്കുവാൻ, ഇറാൻ ആയുധങ്ങൾ നൽകുവാൻ ചൈന മുന്നോട്ട് വരുന്നു. പിന്നാലെ ചൈനയ്ക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് ട്രംപ് എത്തുന്നു. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാന് ചൈന ആയുധങ്ങൾ നൽകുമെന്ന വിവരം പുറത്തു വന്നതോടെ ചൈനയ്ക്കും ഇറാനുമെതിരെ കടുത്ത മുന്നറിയിപ്പായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ നൽകാൻ ശ്രമിച്ചാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക നികുതി ചുമത്തുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി എത്തിയിരിക്കുന്നു. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെ ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കുവാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. ചൈന അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നും അതുണ്ടായാൽ അവർ 50% താരിഫ് നേരിടേണ്ടി വരുമെന്നുള്ള വാർത്തകൾ ട്രംപിൽ നിന്നെത്തുന്നു. അതൊരു വൻ തുകയായിരിക്കും ഇവരിൽ നിന്ന് നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ ഭീഷണി ട്രംപ് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അടുത്ത മാസം ചൈന സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ കടുത്ത പരാമർശം. ഇറാനിലേക്ക് ചൈന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അയക്കുവാൻ ഒരുങ്ങുന്നുവെന്ന് CNN ആണ് US രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെയാണ് ആയുധ കൈമാറ്റ വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ചൈനയ്ക്കെതിരെ ഭീഷണി മുഴക്കുന്നതിനിടയിലും ചൈനയ്ക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് അറിയിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള എണ്ണയ്ക്ക് പുറമെ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയും നൽകാമെന്നാണ് വാഗ്ദാനം. അപ്പോൾ ഈ വർഷം ആദ്യം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡ്യൂറോയെ US പിടികൂടിയതിനെ തുടർന്ന് നിലവിൽ വെനസ്വേലയുടെ ഭരണം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് ചൈന ഇറാൻ ആയുധം നൽകുമെന്നുള്ള വിവരമടക്കം ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഇറാനുമായിട്ട് അമേരിക്ക, ഇസ്രായേൽ ഇവർ തമ്മിൽ 6 ആഴ്ചയിലധികമായിട്ട് തുടരുന്ന യുദ്ധം അത് അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ വഴിമുട്ടിയ ചർച്ചകൾക്ക് ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ലോകം ചോദിക്കുകയാണ്. 21 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷവും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയാതിരുന്നത് നിലവിലെ വെടിനിർത്തൽ ശ്രമങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതിനകം ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഈ യുദ്ധം ആഗോളതലത്തിൽ എണ്ണ, പ്രകൃതിവാതക വിലകൾ കുതിച്ചുയരുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇവിടെ അമേരിക്കയുടെ അന്തിമ വാഗ്ദാനം എന്ന് പറയപ്പെടുന്ന യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾ വഴിമുട്ടിയത് അമേരിക്കയെക്കാൾ കൂടുതൽ ബാധിക്കുക ഇറാനെ ആയിരിക്കുമെന്ന് അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റാണ് JD വാൻസ് പ്രതികരിച്ചിരിക്കുന്നു. അമേരിക്ക തങ്ങളുടെ ഏറ്റവും മികച്ചതും അന്ത്യവുമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇറാന് മുന്നിൽ വച്ചു കഴിഞ്ഞുവെന്നും അതവർ സ്വീകരിക്കുമോ എന്ന് ഇനി കണ്ടറിയണമെന്നും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പായിട്ട് വാൻസ് വ്യക്തമാക്കിയിരുന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് വാൻസ് ആശയവിനിമയം നടത്തിയിരുന്നു. ഇറാന്റെ പ്രധാന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ നിർണായക സൈനിക കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും അമേരിക്ക ഇതിനകം തന്നെ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അപ്പോൾ അതിനാൽ ഒരു കരാറിൽ എത്തിയാലും ഇല്ലെങ്കിലും അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം വികസിപ്പിക്കരുത് എന്നതാണ് ഈ യുദ്ധത്തിലൂടെ അമേരിക്കൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഒരൊറ്റ സിറ്റിംഗിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പൂർണ്ണ കരാറെത്താൻ സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ മൂലം വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നേരിട്ട ഇറാനിലെ 9 കോടിയിലധികം വരുന്ന ജനങ്ങൾ സംശയത്തോടെയാണെങ്കിലും സമാധാന ശ്രമങ്ങളിൽ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇതിനകം 2000-ലധികം ഇറാനികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ തങ്ങളുടെ 2 യുദ്ധക്കപ്പലുകൾ സഞ്ചരിച്ചതായിട്ട് അമേരിക്കൻ സൈന്യം തന്നെ അറിയിച്ചിരിക്കുകയാണ്. മൈനുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് ഈ കപ്പലുകൾ വിന്യസിച്ചത് എന്ന് അമേരിക്ക പറയുമ്പോഴും സംയുക്ത സൈനിക കമാൻഡിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ അവകാശവാദത്തെ അടക്കം നിഷേധിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള സംഘർഷത്തിന് പുറമെ ലെബനനിലും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമായിട്ട് തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ജൗയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ആ ആക്രമണത്തിന് തയ്യാറായിരുന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ അടക്കം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ യുദ്ധസമ്മർദ്ദത്തെ തുടർന്ന് ബെയ്റൂത്തിൽ ആക്രമണങ്ങൾക്ക് അല്പനേരം ശമനമുണ്ടായെങ്കിലും തെക്കൻ ലെബനനിൽ ആക്രമണം ഇപ്പോഴും അതിരൂക്ഷമായി തുടരുകയാണ്. മാർച്ച് 2 മുതൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 2020 പേർ കൊല്ലപ്പെടുകയും
6400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിനിടെ ഇസ്രായേലുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനെതിരെ ലെബനനിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തൽക്കാലത്തേക്ക് പരാജയപ്പെട്ടുവെങ്കിലും ശ്രമങ്ങൾ ഉപേക്ഷിക്കുവാൻ പാകിസ്ഥാൻ അടക്കം തയ്യാറല്ല എന്നുള്ളതാണ്. രണ്ട് ബദ്ധശത്രുക്കൾക്കിടയിലുള്ള സമാധാന ശ്രമങ്ങൾ തുടർന്നും മധ്യസ്ഥത വഹിക്കുവാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും ഇസ്ലാമാബാദ് സന്നദ്ധമാണ് എന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന് ചൈന ആയുധങ്ങൾ നൽകി അവരെ സഹായിക്കുവാനും അവരോടൊപ്പം യുദ്ധത്തിൽ പങ്കുചേരുവാനും അമേരിക്കയ്ക്കെതിരെ ആക്രമണം നടത്തുവാനും മുതിരുമ്പോൾ ചൈനയ്ക്ക് നേരെ ഭീഷണി മുഴക്കുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഭീഷണി മുഴക്കി മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന ട്രംപ് ലോകത്തിന് മുന്നിൽ അമേരിക്കയെ അടിയറവ് വയ്ക്കുകയാണ്.